You are watching TV Next. നമസ്കാരം രാജി. നമസ്കാരം. ഇപ്പോ നമ്മുടെ നീലകണ്ഠയുടെ ടീംസിന്റെ ആഭിമുഖ്യത്തില് ഒരു CPRന്റെ ഫസ്റ്റ് എയ്ഡ് ക്യാമ്പ് നമ്മുടെ നീലകണ്ഠ ഹോട്ടൽസിൽ വെച്ച് നടന്നുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്താനുള്ള ഒരു കാരണം? അല്ല, ആശയം വേറൊന്നുമല്ല. ഇപ്പൊ നമ്മുടെ ടോളും ലൈറ്റോസ് ബീച്ച് എന്ന് പറയുമ്പോൾ ഒരു പോക്കറ്റ് ബീച്ചാണ്. അപ്പം അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ രണ്ട് ഓപ്പോസിറ്റ് എൻഡ്സിൽ മാത്രമേ വെഹിക്കിൾ ആക്സസ് ഉള്ളൂ. അപ്പം എന്നാൽ അതേസമയം 100 കണക്കിന് ഹോട്ടൽസും 100 കണക്കിന് റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. അപ്പം ഇവിടെ വന്ന് ചേരുന്നത് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് വന്നു ചേരുന്നത്. അപ്പൊ ആർക്ക് എന്ത് മെഡിക്കൽ ട്രോമയോ എന്ത് രീതിക്കുള്ള ഒരു അത്യാവശ്യമോ അല്ലെങ്കിൽ ഒരു പരിക്കേറ്റയോ അങ്ങനെ എന്ത് സംഭവിച്ചാലും നാട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലാതെ അല്ലെങ്കിൽ നാട്ടുകാർ ഫിസിക്കലി എടുത്തുകൊണ്ട് പോകാതെ ഇവിടെ ആർക്കും ആംബുലൻസ് വന്നെത്തുന്ന ഒരു സ്ഥലം വരെ എത്തിക്കാൻ പറ്റില്ല. ഒരു സ്ട്രെച്ചർ പോലും ഈ ഡെസ്റ്റിനേഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ആസ് എ റെസ്പോൺസിബിൾ ബിസിനസ്മാൻ അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ട് നമ്മളെല്ലാം ടൂറിസം കൊണ്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. ഹോട്ടലിയേഴ്സ് ആയിക്കോട്ടെ, റെസ്റ്റോറൻറ്റ് ഓണേഴ്സ് ആയിക്കോട്ടെ. അപ്പം ഇവിടുത്തെ എല്ലാ നാട്ടുകാരും ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റും പിന്നെ അതുപോലെ തന്നെ CPR ചെയ്യാൻ പഠിച്ചിരിക്കണം എന്നുള്ളൊരു ആശയമാണ് എന്റെ ഒരു ആശയം. റെസ്പോൺസിബിൾ ആകുക എന്നുള്ളത്. എന്തുകൊണ്ട് നിംസിന്റെ ആഭിമുഖ്യത്തിൽ ഇത് സംഘടിപ്പിച്ചു? നിംസിന്റെ നിംസിന്റെ എന്നുള്ള ബ്രാൻഡായിട്ട് നമുക്ക് ഒരുപാട് വർഷത്തെ ബന്ധമാണുള്ളത്. അപ്പം നിംസിന്റെ MD മിസ്റ്റർ ഫൈസൽ ഖാൻ എൻ്റെ ഒരു മെന്ററും എൻ്റെ ഒരു ബ്രദറുമാണ്. അപ്പൊ അദ്ദേഹത്തിനോട് ഈ ആശയം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, പിന്നെന്താ നമുക്ക് ഇത്തരത്തിലൊരു ക്യാമ്പ് പ്ലാൻ ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു ക്യാമ്പ് പുള്ളിക്കാരൻ അത് അത്രയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാണ് നമുക്കതും ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇന്ന് നിംസിന്റെ ഒരു ടീം ആൾക്കാർ വരുന്നുണ്ട്, 3 ഡോക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അവരിവിടെ ലൈവായിട്ട് ഇവിടെ വന്ന് ഡമ്മി വെച്ചാണ് ഗ്രൂപ്പ് വൈസ് ട്രെയിനിങ് ആണ് നമ്മൾ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഗ്രൂപ്പ് ട്രെയിനിങ് ആണ് ഇവിടെ വന്നേക്കുന്ന ആൾക്കാർക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നീലകണ്ഠ ഹോട്ടലും KTPDCയും സംയുക്തമായി സംഘടിപ്പിച്ച ഈ പരിപാടി വാസ്തവത്തിൽ ബീച്ചിലെ ലൈഫ് ഗാർഡിനും അതുപോലെ തന്നെ ഈ ഹോട്ടലുകളിലും മറ്റ് സ്ഥലങ്ങളിലും പണിയെടുക്കുന്ന തൊഴിലാളികൾക്കിടയിലും വലിയൊരു ആവേശമായി. ഒരു ഫസ്റ്റ് എയ്ഡ് എങ്ങനെയായിരിക്കണം, ഒരു അത്യാഹിത ഘട്ടത്തിൽ എങ്ങനെ ഫസ്റ്റ് എയ്ഡ് ചെയ്യണമെന്നുള്ളതിന് വളരെ മാതൃകാപരമായി ക്ലാസ് എടുത്ത നിംസിലെ ഡോക്ടേഴ്സിൻ്റെ എത്ര തന്നെ പ്രശംസിച്ചാലും മതിയാകും. കാരണം അതിന് വേണ്ടുന്ന ക്ലാസ് എടുക്കുന്നതിന് വേണ്ടുന്ന ഉപകരണങ്ങൾ സഹിതം ഇവിടെ അവർ എത്തിച്ചേരുകയും ഈ പറയുന്ന ഓരോ ഈ ലൈഫ് ഗാർഡിനെയും അതുപോലെ തന്നെ ജീവനക്കാരെയും തൊഴിലാളികളെയും വിളിച്ച് ഈ ക്ലാസ്സിൻ്റെ എടുക്കേണ്ട രീതി എങ്ങനെയാണെന്നും അത്യാവശ്യ ഘട്ടത്തിൽ പ്രയോഗിക്കേണ്ട എന്തൊക്കെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതെന്നൊക്കെ പ്രാക്ടിക്കലിലൂടെ അത് പഠിപ്പിച്ച് നൽകി എന്നുള്ളതാണ് വസ്തുത. വാസ്തവത്തിൽ കോവളം ബീച്ച് പോലുള്ളൊരു സ്ഥലത്ത് ഒരു ആംബുലൻസ് സർവീസ് പോലും ഇല്ലാതെ ഈ ട്രോളിയിൽ എടുത്തുകൊണ്ട് പോകുന്ന ഒരവസ്ഥയിൽ വളരെ പ്രയോജനകരമായ ഒരു ക്ലാസ്സായിരുന്നു ഈ ക്ലാസ്. ഇത് അത്യാഹിത ഘട്ടത്തിൽ യൂറോപ്യൻ ഒട്ടനവധി ഗസ്റ്റുകൾ വന്നു പോകുന്ന സ്ഥലത്ത് ഒരാൾക്ക് കടലിൽ പെട്ടെന്ന് കുളിക്കുമ്പോൾ പെട്ടെന്നൊരു നെഞ്ചുവേദനയോ പെട്ടെന്നൊരു ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ കഴിയുക എന്നുള്ളത് നമ്മൾ സമൂഹത്തോട് കാണിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മഹത്തായ ഒരു പ്രവൃത്തിയായിട്ട് നമ്മളതിനെ കാണണം. ആ പ്രവൃത്തി എന്ന് പറയുന്നതാണ് ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന തരത്തിൽ വളരെ പരിചയസമ്പന്നരായ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് തന്നെ ഇത് വളരെ പ്രാക്ടിക്കലായി അത് പഠിപ്പിച്ച് നൽകിയതിൽ അതിയായ സന്തോഷം കൂടെ. ഈ വേളയിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ നീലകണ്ഠ ഹോട്ടലിൻ്റെ MD TN സുരേഷ് സാറിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള റോഹൻ കൃഷ്ണയെയും അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാൻ മനസ്സ് കാണിച്ച ഇവരെല്ലാം ഇത് സംഘടിപ്പിച്ച ഇതിൻ്റെ KTPDCയുടെ ഭാരവാഹികളടക്കം വളരെ ഹാർദമായി അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.